അടുത്തോ ഗൈസ്, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഴവെള്ള മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ കാണാം. മഴ പെയ്ത് എങ്ങും വെള്ളക്കെട്ടാണ്. താഴ്ന്ന ഭാഗങ്ങളിൽ പാടശേഖരം, അതുപോലെ തന്നെ കുഴികളും കുളങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുപാട്ടിലുള്ള ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് ദർശിക്കാം. ഇതൊക്കെ വയലോര പ്രദേശങ്ങളാണ്. മഴ ഇപ്പോൾ ഇന്നലെ രാത്രി വൈകിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു. അതിനുശേഷം നല്ല കനത്ത മഴ കിട്ടിയിട്ടില്ല. ഇന്നലെ ഒരു മഴ കിട്ടി. വീണ്ടും മഴയുടെ തോതനുസരിച്ച് ഇവിടെയൊക്കെ വെള്ളം വീണ്ടും പൊങ്ങും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പോയപ്പോൾ കണ്ട ചില കാഴ്ചകൾ നമ്മൾ പകർത്തിയെടുത്തതാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. ശരിയായ തോതിലുള്ള മഴ ഇതുവരെ ആയിട്ടില്ല. മഴ ഇനിയും കിടപ്പാണ്. അപ്പോൾ ശരിക്കുള്ള മഴ വരുന്നതേ ഉള്ളൂ. ഇത് മഴയുടെ മുന്നോടിയായിട്ട് നമുക്ക് കിട്ടിയ ചില മഴയുടെ ജലാശയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു ഭാഗങ്ങളിലും നമുക്ക് പോയി നോക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ചാടി കുളിക്കുന്ന ചില കുഴികളും കുളങ്ങളൊക്കെ ഉണ്ട്. അവിടെയും പോകാം. ഇത് നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ്. ഈ പാടത്തു കൂടി മറ്റൊരു ഭാഗത്തേക്ക് ക്രോസിംഗ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു കുളമാണ്, പള്ളിക്കുളമാണ്. നല്ല നീരൊഴുക്കുണ്ട് ഇവിടെ. ശുദ്ധമായ ജലം നമുക്ക് അടി കാണാം. ഇതിൻ്റെ നല്ല ക്ലീനായിട്ട് കിടക്കുകയാണ്. നീറ്റ് ആൻഡ് ക്ലീനാണ്. നമുക്ക് അടിഭാഗം വരെ കാണാൻ പറ്റും. കല്ലെല്ലാം ചേർത്ത് വെച്ച് സുഖസുന്ദരമായിട്ടുണ്ടാക്കിയ കുളമാണ്. നിങ്ങളെ പേരെന്താ? കുഞ്ഞു മുഹമ്മദ്. ഇത് നമ്മുടെ തിരയങ്ങാടിക്കടുത്തുള്ള ചെറുമുക്ക്. ഇവിടെ ഒരു കടയുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് കാക്കയുടെ കട. ആ കടയിൻ്റെ അകത്ത് ഇരുന്നാൽ നമുക്ക് പുറത്തേക്കുള്ള എല്ലാ പാടാണ്. പാടാണ്. എന്തുവാടാ? പഞ്ചാലിപ്പാടം. പഞ്ചാലി. ഇതിൽ മീൻ ഉണ്ടാവോ?
ആ മീൻ പിടിക്കലുണ്ട് അതിന്ന് ചൂണ്ടയിൽ കിട്ടുവോ? കയറി വരാറുണ്ട്. അതുപോലെ വെള്ളം ഇപ്പോൾ കുറവാണ്, ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം കയറുന്ന സമയത്ത് ഇത് മൊത്തം മൂടിപ്പോവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ ഇരുന്നാൽ തന്നെ ചായക്കടയിൽ ഇരുന്നു കൊണ്ടുള്ള ദൃശ്യമാണ് നമുക്ക് പുറത്തേക്കുള്ളത്. ഇവിടെ ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് പള്ളിക്കത്താഴം, അതുപോലെ തന്നെ ജീലാനി നഗർ. ജീലാനി നഗർ വഴി നമുക്ക് അല്പം മുന്നോട്ട് പോയി നോക്കാം. ഈ ഭാഗത്താണ് ഒരു സമോസക്കുളം ഉള്ളത്. അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത് കാരണം കുളത്തിലേക്ക് ഇറങ്ങാൻ നിരോധിച്ചിരിക്കുന്നു. അതിന് തൊട്ടിപ്പുറത്തുള്ള ചെറിയ കുഴികളുണ്ട്, അവിടെയൊക്കെ പിള്ളേർ കുളിക്കുന്നത് കാണാം. ഇതൊക്കെ വയലോര മേഖലയാണ്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് കിടപ്പാണ്. പക്ഷെ 2 മാസമായിട്ട് മഴ ഇപ്പം ഇല്ലാത്ത അതിൽ ആള് കാണുന്ന വേണ്ടിയാണ് അത് കാണുന്നത്. അത് ബഫേ 7381 എന്ത് കളിവ അത് ബഫേ രണ്ട് മോട്ടർ വെട്ടലോ അങ്ങനെ ആ വെള്ളം നല്ല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. തോടാണിത്. ഈ തോട്ടിൽ ചെറിയ തോടാണ്, നമുക്ക് അരക്കറ്റം വെള്ളമുള്ളൂ. ഈ വെള്ളം നല്ല ഒഴുവാണ്, ശുദ്ധമായ വെള്ളമാണ്. തൊട്ടപ്പുറത്തൊക്കെ വയലാണ്, വയലോര പ്രദേശം, വയലോര മേഖല. ഇവിടെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇതെല്ലാം അടുത്ത ദിവസം പെയ്ത മഴയുടെ വെള്ളമാണ്. അപ്പോൾ ഇവിടെ കൊക്കുകളും അതുപോലെ തന്നെ പലയിനം പറവകളൊക്കെ ഈ പുൽക്കൊടിൻ്റെ ഇടയിലിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. സുഖസുന്ദരമായ സ്ഥലമാണ്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിക്ക് 3 മണിക്ക് ശേഷം വന്നാൽ നല്ല സുഖസുന്ദര കാഴ്ചകളാണ്.
എൻജോയ് ചെയ്യാനും ആഘോഷിക്കാനും ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. ഇത് തണുപ്പുണ്ട്. ഇതിനകത്ത് മീനുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ ദൃശ്യമല്ല. ഈ ചണ്ടിക്കകത്തൊക്കെ നല്ലപോലെ മീനുണ്ടെന്ന് ഇവിടുത്തെ ഇതുമായി പരിചയമുള്ള ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു. ഇപ്പോൾ കാണും. ये रास्ता है आगे जाने का, खेती बाड़ी के लिए जाने का रास्ता है, मगर ये अभी से ऊपर तक पानी है. यहाँ पे आप यहाँ देख रहे हैं नीचे की तरफ अभी दिख रहा. आगे आगे जाएंगे तो गहराई होते जाएंगे और ये रास्ता यहाँ से उधर, ये भी पानी पानी से भरा हुआ. आगे सब घर है. ഷോർട്ട് കട്ട് जा रहा है റസ്ത. അവിടെ വെള്ളം നിറഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുള്ള ഇപ്പം സാധ്യമല്ല. വെള്ളം ഇവിടെ നിറഞ്ഞിട്ട് നമ്മുടെ വഴി എന്തായി കിടക്കുകയാണ്. അപ്പോൾ പരിചയമുള്ള ആളുകൾക്ക് കയറി പോവാം. ഈ വയലിലേക്ക് പോകുന്ന വഴി ये जो दिख रहा पेड़, जो दिख रहा आंवला की पेड़ है ये, इसमें अभी फल नहीं है. अभी അതായത് നമ്മുടെ നെല്ലിക്കമരാണ്. ഇപ്പോൾ ഉള്ള കായില്ല. ഇതാണ് സമൂസക്കുളം. ഇവിടെ ഈ കുളത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം ഇവിടെ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. നമ്മൾ ഓരോ ഷോട്ട് എടുത്തോളൂ. അടിപൊളി അറ്റാതെ പോയാ കഴിക്കണ്ട ആവശ്യം ചോദിച്ചാൽ മതി. ആ പൈസ
നീ ചാടിയോ അത് കൊച്ചു വന്നോടാ കുട്ടി